ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഇന്നത്തെ വിശേഷമല്ല, രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഞങ്ങൾ വീടിനടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. കീച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. അവിടെ ഞങ്ങൾ പോവുകയാണ്. പൊന്നൂസിന് വൈറ്റമിൻ എ കൊടുക്കേണ്ട ദിവസമാണിന്ന്. അപ്പോൾ വൈറ്റമിൻ എ കൊടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ബുധനാഴ്ച ദിവസവും പിന്നെ വേറൊരു ദിവസമൊക്കെയാണ് ഉള്ളത്. പിന്നാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞേക്കണത്. അപ്പോൾ വൈറ്റമിൻ എ 6 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കണമെന്നാണ് കുഞ്ഞുങ്ങൾക്ക്. 5 വയസ്സ് വരെ വൈറ്റമിൻ എ കൊടുക്കണം. 5 വയസ്സിലൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ എ കൊടുക്കാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പൊക്കത്ത് ഓട്ടോ വരും. ആദർശ് വർക്കിന് പോയി, അതുകൊണ്ട് വേറെ ഓട്ടോ വിളിച്ചിട്ടാണ് പോണത്. ഈ ഹെൽത്ത് സെൻറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് എപ്പോഴും നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നേരത്തെ പോയാൽ നേരത്തെ വരാം. കാരണം കുറേ പേര് വരുന്നതാണ്. കുഞ്ഞു ആവകൾക്ക് തൊട്ട് വലിയവർക്ക് വരെ ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഇഞ്ചക്ഷൻ ഉണ്ട് കുറേ പേർക്ക്. പിന്നെ വൈറ്റമിൻ തന്നെ ഉണ്ട്. അല്ലാണ്ട് പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറേ നേരം വെറുതെ ടൈം കളയേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹെൽത്ത് സെൻറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇച്ചിരി നേരത്തെ പോയി കഴിഞ്ഞാൽ നേരത്തെ വരാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കണ്ടുതരാം. സ്ഥിരം കാണുന്നത് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പച്ചമാങ്ങ യുക്കുട്ടിക്ക് വേണമെന്ന് പറയുകയാണ്. പറിച്ചു തരുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓട്ടോ വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും സീതപ്പഴം അത് പറിക്കാൻ നോക്കിയതല്ല, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഉറുമ്പുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെന്നെ കടിച്ചു. അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി. പിന്നെ അതേ കുരിശുപള്ളി ഞങ്ങളുടെ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആടൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് വന്നു? നമ്മുടെ ഓട്ടോ വന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഹെൽത്ത് സെൻറ്ററിലോട്ട് പോവാണ്. കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഹെൽത്ത് സെൻറ്റർ എത്തിയപ്പോൾ അധികം തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ വന്നാൽ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പൊന്നൂസിൻ്റെ ബുക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് എഴുതിപ്പിക്കണം, OP ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് വേണം. പിന്നെ ഡോക്ടർ വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിസ്റ്റർമാർ അങ്ങാടിങ്ങാടെ കോടിപ്പാഞ്ഞ് അടപ്പുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഹെൽത്ത് സെൻറ്റർ, കീച്ചേരിയിലുള്ള ഹെൽത്ത് സെൻറ്ററാണിത്. അപ്പോൾ ആർക്കൊക്കെ അറിയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ. അപ്പോൾ വരുന്ന വഴിയിൽ ഏതെങ്കിലുമൊക്കെ വഴി നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. പിന്നെ പിള്ളേർക്ക് ഇരിക്കാനൊക്കെ ഇട്ട് കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ OP ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ വെറുതെ ഇരുന്നു, വെയിറ്റ് ചെയ്തിരുന്നു. ഡോക്ടർ വന്നോല്ലോ. പിന്നെ അതിന് മുമ്പ് പിന്നെ വെയിറ്റൊക്കെ എടുക്കണം. അവിടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഡോക്ടറിനെ കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് രാവിലത്തെ വിശേഷങ്ങൾ? എല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കണോ? ഞങ്ങൾ രാവിലെ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ അധികം നേരം കാത്തിരിക്കേണ്ടിയൊന്നും വന്നില്ല. അതിന് മുന്നേ ആര് വന്നു? നമ്മുടെ ഡോക്ടർ വന്നു. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം പുറത്ത് നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. അത് ഡോക്ടർ വിളിക്കും. ചുമ്മാ അങ്ങനെ വലിഞ്ഞു കയറി പോകാൻ പറ്റുമോ? ഇല്ല.
അങ്ങനെ കുറച്ച് നേരം കമ്പനിയൊക്കെ അടിച്ചിരുന്നു. കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ചില്ല് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ചുമ്മാ അവിടെ ഇരുന്നു, വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ വെയിറ്റ് നോക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ വെയിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചടപടേന്നാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം. വൈറ്റമിൻ ഇങ്ങനെ ചുമ്മാ ഒരു സ്പൂണിൽ ഇങ്ങനെ മരുന്ന് വായിൽ ഒഴിച്ചു കൊടുക്കും. അതാണ് വൈറ്റമിൻ എ. പ്രത്യേകിച്ച് വേറെ വെയിറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വന്ന ഓട്ടോ പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ. അതാ എനിക്ക് സങ്കടം. അങ്ങനെ ഞങ്ങൾ 3 പേര് വെയിറ്റ് നോക്കിയിട്ട് എല്ലാവർക്കും വെയിറ്റ് നോക്കാം, ആർക്ക് വേണമെങ്കിൽ വെയിറ്റ് നോക്കാമായിരുന്നു. അപ്പോൾ പിള്ളേർക്കും നോക്കി, എനിക്കും നോക്കി. അമ്മക്ക് തന്നെ വെയിറ്റ് കുറവാണ്. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ, പിള്ളേർക്കും വെയിറ്റ് കുറവാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഓപ്പൺ ടിക്കറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ അകത്തോട്ട് ചെന്നു. അങ്ങനെ പൊന്നൂസ് വൈറ്റമിൻ എ കുടിച്ചിട്ട് നേരെ ഞങ്ങളിനി എങ്ങാടാ മെയിൻ റോഡിലോട്ട് ഇനി പോകണം ഓട്ടോ വിളിക്കണമെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്. മതിലൊക്കെ കുറേ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നോ സ്മോക്കിംഗ്, പുകവലിക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കോളാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ, കീച്ചേരിയിലുള്ള ഹെൽത്ത് സെൻറ്റർ. അങ്ങനെ 9 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ 10 മണിക്ക് 5 മിനിറ്റും കൂടി ഉള്ളൂ, 10 മണിയാവാൻ 5 മിനിറ്റും കൂടി ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു റിട്ടേൺ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ എന്താ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കിയേ, ഇതാണ് റോഡ്. ഇത് മെയിൻ റോഡല്ല, ആ ഇടവഴി. അപ്പോൾ ഇത് നമ്മൾ മെയിൻ റോഡിലോട്ട് ഇങ്ങനെ പോകണം. എന്തിന് പോകണം, ചുമ്മയാണ് പോണത് അല്ല. ഓട്ടോ ഇതേ കണ്ട, ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഉണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ മെയിൻ റോഡിലെത്തി. എന്നിട്ട് ഇതേ ഓട്ടോ വിളിക്കുകയാണ് ഗൈസ്. ബാ ചേട്ടാ. അങ്ങനെ ഞങ്ങൾ കീച്ചേരിയിൽ നിന്നും ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ടല്ല ചേട്ടാ, കടയിലും കൂടി കയറണം. ഞങ്ങളുടെ അവിടുത്തെ കടയിൽ അവിടെയും കൂടി ഒന്ന് കയറണം. ഞങ്ങളെയും കൊണ്ട് പോവുകയാണ് ഗൈസ്. ആ ചേട്ടൻ ആ ഓട്ടോ ചേട്ടനെ ഫോൺ ചെയ്ത് കഴിഞ്ഞതും ആ ചേട്ടൻ എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയൂ ഗൈസ്, എൻ്റെ പൊന്നു മോളെ മണിക്കൂറുകളോളം സ്റ്റാൻഡിൽ കിടന്നു വന്നിട്ട് ആരും ഓട്ടം വിളിച്ചില്ല, ഫോൺ കോളോ ഒന്നും വന്നില്ലായിരുന്നു. ഫോൺ ഓട്ടം വന്നില്ലായിരുന്നു. അപ്പോൾ മോള് കയറിയതും കോള് വന്നു. എന്താ പറയുക, ഐശ്വര്യ റായ്. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടയിലെത്തി. ആ ചേട്ടനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം എന്തിനാണ് ഞങ്ങളിവിടെ വന്നേക്കണത്, എന്തെങ്കിലും കുടിക്കാൻ മേടിക്കാനാണ് വന്നത്. കാരണം ഇനി വീട്ടിൽ പോയിട്ടൊന്നും കുടിക്കാൻ ഉണ്ടാക്കാനൊന്നും വയ്യ ഗൈസ്, വെയിലും ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഒരു ഫ്രൂട്ടി മേടിച്ചു, പിള്ളേർക്ക് 2 മിഠായി മേടിച്ചു കൊടുത്തു. പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ അത്രക്കും വിശപ്പൊന്നും കാണാൻ വഴിയൊന്നുമില്ല. പിന്നെ അത്രയും ദൂരമൊക്കെ അവർ നടന്നതല്ലേ, ഓട്ടോ സ്റ്റാൻഡേർഡൊക്കെ നടന്നതല്ലേ എന്നോർത്ത് മാത്രം ഞാൻ പാവങ്ങളല്ലേ എന്നോർത്ത് മിഠായി മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഒരു കറക്റ്റ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 10:30-10:30ക്കുള്ളിൽ ഞങ്ങൾ എത്തിയിട്ട് ഗൈസ്. കാരണം കടയിലൊക്കെ കയറി വെച്ചിട്ട് ടൈം എടുത്തായിരുന്നു. അങ്ങനെ 10:30ക്കുള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ രാവിലത്തെ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.